രാവിലെ തന്നെ മനോരമയും മാതൃഭൂമിയും വായനക്കാരെ പറ്റിച്ചു തള്ളിയതിനെ തുടർന്ന് നല്ല വിമർശനങ്ങളാണ് ഉണ്ടായി വരുന്നത്. രാവിലെ തന്നെ പത്രത്തിന്റെ മുൻപേജിന് സമാനമായ രീതിയിൽ ഒരു വാർത്ത പോലെയുള്ള പരസ്യം കൊടുത്തു. ഫെബ്രുവരി 1 മുതൽ നോട്ടില്ല, ഡിജിറ്റൽ കറൻസി എന്നൊക്കെയാണ് വാർത്ത. വാർത്തയ്ക്ക് താഴെ ഏതോ ഒരു പരസ്യമാണെന്ന് 2050 പത്രത്തിന്റെ മുൻപേജ് ഇങ്ങനെ ആയിരിക്കും എന്നാണ് മനോരമ പറഞ്ഞിരിക്കുന്നത്. അത്ര 2050 വരെ മനോരമ ഉണ്ടാവും എന്ന് പറയുന്നത് തന്നെ അതിമോഹമാണ്. അത് വിട്. പക്ഷേ ഈ വാർത്ത യഥാർത്ഥ വാർത്ത പോലെ വായിക്കുന്ന ഒരു പ്രമുഖൻ, ആ പ്രമുഖൻ ഒന്ന് കണ്ടു നോക്കൂ. ലീഡാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത നോട്ടേ വിട, ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ്. ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ഗവർണറുടെ പേര് അറിയില്ലായിരിക്കും, എന്നാലും രാവിലെ വൈകുന്നേരം എടുത്തു വെച്ച് വീശുന്ന പ്രതിപക്ഷ നേതാവിന്റെ ധനകാര്യമന്ത്രിയുടെ ഉൾപ്പെടെ പേര് പറഞ്ഞിട്ട് ഈ പ്രമുഖ അവതാരത്തിന് മനസ്സിലാകുന്നില്ല. ഈ വാർത്ത പരസ്യമാണെന്ന് ഇതിൽ പറയുന്ന വൈരുദ്ധ്യം പോലെ മനസ്സിലാക്കാതെ വാർത്ത വായിച്ചു പോകുന്ന ഡോക്ടർ അരുൺകുമാർ, താങ്കൾ ഒരു വിസ്മയം തന്നെ.